ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ ഡെസ്റ്റിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുമരകത്തെ ഒരു ലേക്ക് റിസോർട്ടിലാണ്, അബാദ് സ്പ്രിംഗ് ബാംസ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ റിസോർട്ടിനെ പറ്റിയാണ്. മൂന്ന് കാറ്റഗറി റൂംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് റൂംസ് കാണാൻ വേണ്ടി പോകാം. ഏതൊക്കെ കാറ്റഗറിയാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് നമുക്ക് നോക്കാം. അതിൽ എത്ര റൂംസാണ് ടോട്ടൽ ഉള്ളത്? നമുക്ക് ടോട്ടൽ 55 റൂംസാണ്. ഓക്കെ. അതിൽ നമുക്കൊരു 14 ലേക്ക് ഫേസിംഗ് റൂംസ്, പിന്നെ 38 ഗാർഡൻ, ഓക്കെ, 3 പ്രൈവറ്റ് പൂൾ വില്ലാസ്. ഓക്കെ. ഈ ലേക്ക് വ്യൂ വരുന്നത് എത്ര റൂംസാണ്? 14 റൂംസാണ്. 14 വരുന്നത്. ഓക്കെ ഓക്കെ. ടോട്ടൽ 55 ആണല്ലേ? 55 ആണ്. പിന്നെ 2 ഹൗസ് ബോട്ട് ഉണ്ട്, സിംഗിൾ ബെഡ്റൂം ഹൗസ് ബോട്ട് ഉണ്ട്, പിന്നെ 3 ബെഡ്റൂം ഹൗസ് ബോട്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. പിന്നെ നമുക്ക് ഷിക്കാര ബോട്ട്, 2 ഷിക്കാര ബോട്ട് ഉണ്ട്, പിന്നെ ഒരു സ്പീഡ് ബോട്ട് ഉണ്ട്, ഒരു മോട്ടോർ ബോട്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഒരു ലേക്ക് വ്യൂ കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. ഇതാണ് റൂം വരുന്നത്. വലിയൊരു മിറർ, ടേബിൾ, TV, വാഷ്റൂമിലേക്ക് പോകാം. ഇതാണ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ബാത്ത് ടബൊക്കെ ഉണ്ട്. ഇവിടെയും വലിയൊരു മിററും, വാഷ് ഏരിയ, കൊമോഡ്. ഇവിടെ ഒരു ഓപ്പൺ ബാത്റൂമാണ് ഇത്. ഇതാ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഷവർ ചെയ്യാം. ബാത്ത് ടബിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുളിക്കാം. അത്യാവശ്യം നല്ലൊരു ബാത്റൂം തന്നെയാണ്. ഫുള്ളൊരു വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് വ്യൂ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ നിന്ന് കായലിലേക്ക് നല്ലൊരു വ്യൂ തന്നെയാണ് പോകുന്നത്. തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കായൽ. കുമരകം ലേക്കാണിത്. ഇവിടെ ഇരിക്കാനുള്ള ഒരു ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവർ. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹൗസ് ബോട്ട് തന്നെയാണോ? ഇത് നമുക്ക് ഷിക്കാര, മോട്ടോർ ബോട്ട്, സ്പീഡ് ബോട്ട് അല്ലാണ്ട് 2 ഹൗസ് ബോട്ടുണ്ട്. 2 ഹൗസ് ബോട്ടുള്ള അവിടെ അല്ലേ? ഓക്കെ ഓക്കെ. ഇദ്ദേഹമാണ് നമ്മൾ ഇന്ന് റൂം ടൂറിന് വന്നിരിക്കുന്നത്. അമോൾ എന്നാണ് പേര്. അപ്പോൾ ഇത്രയും റൂംസാണുള്ളത്. നമ്മൾ കണ്ട സെയിം കാറ്റഗറിയിലായിട്ട് 14 റൂംസാണ് വരുന്നത്. എല്ലാം 2 ബെഡ്റൂം കോട്ടേജ് തന്നെയാണല്ലേ? എല്ലാത്തിൻ്റെയും ബാത്റൂം, ജാക്കുസി, ബാത്ത് ടബ് എല്ലാം എല്ലാത്തിനും ചില റൂംസിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്, കുമരകം ലേക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ സിംഗിളായിട്ട് വരുവാണെന്നുണ്ടെങ്കിലും 2 ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വില്ല ചൂസ് ചെയ്യാവുന്നതാണ്. ലേക്ക് വ്യൂ ആണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. സോ നിങ്ങൾക്ക് ലേക്കൊക്കെ എൻജോയ് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് ഇവരുടെ ഒരു ഹൗസ് ബോട്ട് കാണാൻ വേണ്ടി പോവാം. ഓ ഓക്കെ. ഇതാണ് ഹൗസ് ബോട്ട്. ചെറിയൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇത് എത്ര സിംഗിൾ ബെഡ്റൂമിൻ്റെ. ഓക്കെ, ഇതാണ് റൂം വരുന്നത്. കട്ടൻ മാറ്റി കഴിഞ്ഞാൽ ലേക്ക് വ്യൂ ആണ്. ഇതിന് ചെറിയൊരു ബാത്റൂം വരുന്നുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ്. മോഡും ഷവറും. ഇവിടെ വലിയൊരു മിറർ, ടേബിൾ ലാമ്പ്, നല്ല വർക്കാണ് ചെയ്ത്. ഇത് ഈസിയാണ്, ഫാനും ഉണ്ട്. ഇതാണ് ഹൗസ് ബോട്ട്. ഇതാണ് ഇതിൻ്റെ അപ്പുറമുള്ള വ്യൂ ആണിത്. അവിടെ സൺസെറ്റ് ആയതുകൊണ്ട് കുറച്ച് വിഷ്വൽ കുറച്ച് ഡാർക്ക് ആവുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതാ വലിയൊരു റെസ്റ്റോറൻ്റാണ്, വലിയൊരു ഹോള്. ഹൺഡ്രഡ് പാക്സ് കപ്പാസിറ്റി അല്ലേ? ഓക്കെ, ഇതാണ് ഇവരുടെ ബാങ്കറ്റ് ഹാൾ വരുന്നത്. ഒരു 100 പാക്സ് കപ്പാസിറ്റി വരുന്നതന്നെ. സെയിം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സെയിം ഇവരുടെ തന്നെ റിസോർട്ടിൻ്റെ വേറൊരു റിസോർട്ടിലെ ബാങ്കറ്റ് ഹാളാണിത്. പലതരം പെയിൻറ്റിങ്സുകളുണ്ട് ഇവിടെ. ഒരു ചെറിയ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ നടത്താൻ പറ്റിയൊരു റിസോർട്ട് കൂടിയാണിത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. വേദി എന്നാണ് ഈ ബാങ്കറ്റ് ഹാളിൻ്റെ പേര് കേട്ടോ. വേദി എന്നാണ് ഈ ബാങ്കറ്റ് ഹാളിൻ്റെ പേര്. ചെറിയൊരു ഗെയിം ഏരിയയും കൂടെ വരുന്നുണ്ട്. ക്യാരംസും ടേബിൾ ടെന്നീസിൻ്റെ ഒക്കെ ഒരു ടേബിളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വന്നിട്ട് കളിക്കുകയും ചെയ്യാം. ബാംബു കോട്ടേജ്. ഈ ഗാർഡൻ സൈഡ് കോട്ടേജ് എന്ന് പറയുന്നത് ഇതല്ലേ? സെയിം തന്നെ, മറ്റേ റൂമിൻ്റെ സെയിം വലുപ്പം തന്നെ, വ്യൂ മാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇവിടെ ഹാമൊക്കെ ഉണ്ട്. നമ്മളിനി പോകുന്ന ഒരു ബാംബു കോട്ടേജ് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നല്ല ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ നേരത്തെ കണ്ട സെയിം റൂമിൻ്റെ തന്നെ
വേറൊരു വെർഷൻ ബാമ്പു ആണ് ഫുള്ള്. മേൽക്കൂരൊക്കെ ഫുള്ള് ബാമ്പു കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വർക്കൗട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഇരിക്കാൻ പറ്റിയൊരു ചെയർ, പിന്നെ ബെഡ് ലാമ്പ്, വലിയൊരു ചെയർ. ഇതൊക്കെ ഫുള്ള് ബാമ്പുവിൻ്റെ ആണ് കേട്ടോ. ബാമ്പുവിൻ്റെ ചെയർ, ബാമ്പുവിൻ്റെ ടീ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടി വി, ഒരു വലിയൊരു മിററും. ഇതാണ് ബാത്റൂം വരുന്നത്. ഇത് ഒരു ഓപ്പൺ ബാത്റൂമാണ്. ഒരു വെറൈറ്റി കൺസെപ്റ്റ് തന്നെയാണ്. ഇതാ ഒരു പോർഷൻ ഓപ്പൺ ആണ് ഇവിടെ. സോ നാച്ചുറലായിട്ട് ഇവിടെയും കാര്യം സാധിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ടർട്ടിൽ ബീച്ച് റിസോർട്ടിൻ്റെ സെയിം ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷവർ ഏരിയ വരുന്നത് ഇവിടെ ഓപ്പൺ ഷവർ ഏരിയ. കൊമോഡ് ഉണ്ട് ഇവിടെ. ഒരു വാഷ് ഏരിയയും വരുന്നുണ്ട് ഇവിടെ. ഒരു ടോയ്ലറ്റ് കിറ്റുകളും എല്ലാം തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടവൽസ് വെച്ചിട്ടുണ്ട്. ഫുൾ ബാമ്പു ഉണ്ടോ? ഇതൊക്കെ കണ്ടില്ലേ, ഫുള്ള് ബാമ്പു തന്നെയാണ്. ഇതാണല്ലേ ബാൽക്കണി. അത്യാവശ്യം പ്രൈവസിയോട് കൂടി നമുക്ക് ഇവിടെ വന്നിരിക്കാം. വേറെ ആരും ഉണ്ടാകത്തില്ല. ഇത് ഫുൾ നിങ്ങളുടെ സ്പേസാണ്. ഇതാണ് ബാമ്പു കോട്ടേജിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള വ്യൂ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പന. ഇത് ഫുള്ള് ബാമ്പു കൊണ്ട് തന്നെയാണ് കേട്ടോ വേലിയൊക്കെ കെട്ടിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ബാമ്പു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ഓഫ് ഗാർഡൻസ്. ഇതെല്ലാം AC റൂംസാണ് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാം AC റൂംസാണ്. ഇവിടെ സിറ്റ് ഔട്ടിലും 2 ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് റിലാക്സ് ചെയ്യാം. മാക്സിമം ഒരു റൂമിൽ 3 പേരെ ഇവർ അലോ ചെയ്യുള്ളൂ. പിന്നെ കുട്ടികളിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 പേരും അവരെ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ 2 പേര് മാക്സിമം പോയാൽ 3 പേര്, 3 അഡൾട്ട്സ് അല്ലെങ്കിൽ 2 അഡൾട്ട്സും 2 ചെറിയ കുട്ടികളും, അങ്ങനെയാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ റൂം ചൂസ് ചെയ്യാം. ഇവിടെ അടുത്ത് വേറെയും ബാമ്പു കോട്ടേജുകളുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പാ വരുന്നത്. വലിയൊരു സ്പായാണ്. റിവൈവൽ എന്നാണ് കേട്ടോ ഈ സ്പായുടെ പേര്. ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഇവർ ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം റൈഡുകളെല്ലാം തന്നെയുണ്ട്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. സീസോ ഉണ്ട്, ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് അവിടെ. പിന്നെ ഈ ഒരു റൈഡുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും ഇത്. ഇതും പൂളുമാണല്ലോ അവരുടെ ഒരു മെയിൻ ആക്ടിവിറ്റി ഏരിയാസ്. അത്യാവശ്യം വലിയൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ. ഒരു ഗാർഡനും പ്ലേ ഏരിയയും കൂടി ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്? സ്വിമ്മിംഗ് പൂളും നമുക്ക് നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് ബോട്ടിംഗ് ആണ്. മെയിൻ ബോട്ടിംഗ്. ഓക്കെ. നമുക്ക് ഷിക്കാര, മോട്ടോർ ബോട്ട്, സ്പീഡ് ബോട്ട്, പിന്നെ പൂളുണ്ട്, പിന്നെ സ്പാ ഉണ്ട്, ഇൻഡോർ ഗെയിംസ്, നമുക്ക് ക്യാരംസ്, ബില്ലിയാർഡ്സ്. അതെ അതെ. ഓക്കെ. ഫിഷിങ്ങിന് പറ്റിയ ഏരിയ ആണ് അവിടെ. അത് നമ്മൾ ഫിഷിംഗ് റോഡൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓ. അതൊക്കെ പെയ്ഡാണോ അതോ കോംപ്ലിമെൻ്ററി തന്നെയാണല്ലേ? സൈക്ലിംഗ് ഉണ്ട്.
നമുക്കിനി ഒരു ചായ കുടിക്കാൻ പോവാം. ബ്ലാക്ക് ടീ മതിയേ. പേരെന്താണ്? അശോക്. ഓക്കെ. നാടൻ സ്റ്റൈലിലാണ്. ഇവിടെ വലിയൊരു പൂള് വരുന്നുണ്ട്. റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് പൂള് വരുന്നത്. ഇവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വലിയ വിഷ്വൽസ് കാണിക്കാത്തത്. എന്നാലും ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഒരു കിഡ്സ് പൂളുള്ളത് നല്ല വലിയ കിഡ്സ് പൂളാണ്. എല്ലായിടത്തും കാണുന്ന പോലെയല്ല, അത്യാവശ്യം വലിയ കിഡ്സ് പൂളാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, വലിയൊരു പൂളാണ് കിഡ്സ് പൂൾ വരുന്നത്. സാധാരണ കിഡ്സ് പൂൾ ഇത്രയും വലുത് ഒരു റിസോർട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ പോയ റിസോർട്ടിലാണെന്നുണ്ടെങ്കിലും ഇത്രയും വലിയ കിഡ്സ് പൂൾ ഉണ്ടാകത്തില്ല. പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കായലിലേക്കാണ് വ്യൂ വരുന്നത്. ഹൗസ് ബോട്ടുകളൊക്കെ ഇപ്പോൾ പയ്യെ ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. 5 o'clock വരെ നമുക്ക് ഇവിടെ റൈഡ് അലോ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ക് ചെയ്യണമെന്നാണ് റൂള്. സോ അതൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ പൂള് എൻജോയ് ചെയ്തിരിക്കാം. പിന്നൊരു വ്യൂയിങ് ഡെക്കും കൂടെ ഉണ്ട് അവിടെ ആ ഭാഗത്തായിട്ട്. സോ ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെ കാഴ്ചകളെല്ലാം. നമ്മുടെ റിസോർട്ടിൻ്റെ ഏകദേശം നമ്മൾ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഏരിയാസൊക്കെ. പൂൾ വില്ല ഉണ്ടായിരുന്നു. പൂൾ വില്ല കാണിക്കാൻ പറ്റിയില്ല. അതൊന്ന് ഫുൾ ആയതുകൊണ്ട് നമുക്കിന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അമോൽ സാറായിരുന്നു നമുക്ക് ഇന്ന് റൂംസിൻ്റെ ടൂറൊക്കെ ചെയ്ത് തന്നിരുന്നത്. സോ വലിയ താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. ഇതാണ് ഇവിടുത്തെ വ്യൂയിങ് ഡെക്ക് വരുന്നത്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോവാം. ഇത് നമ്മൾ നേരത്തെ കയറിയ ഹൗസ് ബോട്ട്. ഇവിടെ ഫുള്ള് പായൽ വന്നിങ്ങനെ അടിഞ്ഞു കിടക്കാണ്. ഇതാണ് അവരുടെ ഒരു ഷിക്കർ റൈഡിനുള്ള ബോട്ട് വരുന്നത്. പിന്നെ ഒരു ഒരു സ്പീഡ് ബോട്ടും കൂടെ ഉണ്ട് ഇവിടെ. ഹൗസ് ബോട്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂം ടൂറെല്ലാം കഴിഞ്ഞ് വന്നു. ടോട്ടൽ 55 റൂംസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ. 3 കാറ്റഗറി ആയിട്ട്. 4 കാറ്റഗറി ഉണ്ട് ആക്ച്വലി. ആദ്യം നമ്മൾ കണ്ടത് ലേക്ക് വ്യൂ ഇല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാർഡൻ വില്ല ഉണ്ട്, അതല്ലാതെ ബാംബു വില്ല ഉണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ ഒരു പൂൾ വില്ലയും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 കാറ്റഗറീസിലായിട്ടാണ് ഇവിടെ റൂമുള്ളത്. നമ്മൾ ആദ്യം കണ്ടത് ലേക്ക് വ്യൂ വില്ലയും, രണ്ടാമത് കണ്ടത് ഗാർഡൻ കോട്ടേജ് ആയിരുന്നു. ഗാർഡൻ കോട്ടേജിൻ്റെ അകത്ത് നമ്മൾ കയറിയില്ലായിരുന്നു. സെയിം വ്യൂ തന്നെയാണ് വരുന്നത്. സെയിം വ്യൂ അല്ല, സെയിം റൂംസ് തന്നെയാണ് വരുന്നത്. വ്യൂ മാത്രം വ്യത്യാസമുള്ളൂ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒരു ബാംബു കോട്ടേജിലായിരുന്നു. ബാംബു കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് കോട്ടേജ് തന്നെ ആയിട്ടുണ്ടാവും. ഈ ലേക്ക് വ്യൂവിൽ കണ്ടതെല്ലാം ഡബിൾ ബെഡ്റൂം കോട്ടേജ് ആയിരിക്കും. ഡബിൾ ബെഡ്റൂം കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിംഗിളായിട്ട് ഒരു ഫാമിലിക്ക് വന്നെടുക്കാം. ഇനി 2 ഫാമിലിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. അങ്ങനെ ചൂസ് ചെയ്യാവുന്ന ഒരു ഏരിയ കൂടിയാണിത്. നിങ്ങൾ മാത്രമുള്ള ഒരു കപ്പിളോ അല്ലെങ്കിൽ ഒരു ഫാമിലി മാത്രമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംബു കോട്ടേജോ, നമ്മൾ കണ്ട ബാംബു കോട്ടേജോ അല്ലെ അതുപോലെ തന്നെയുള്ള പൂൾ വില്ലയും നമുക്ക് എടുക്കാം. പൂൾ വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാംബു കോട്ടേജിൻ്റെ സെയിം സെറോക്സ് കോപ്പി എന്ന് തന്നെ പറയാം. അതിൻ്റെ അകത്ത് ലോണിന് പകരം അവിടെ ഒരു പ്ലഞ്ച് പൂളും കൂടെയാണ് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമുള്ളൊരു വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും.
പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ഒരു സർവീസ് കാര്യങ്ങൾ നല്ല സർവീസാണ്. ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം, റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാം. ഇനി റൂം സർവീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരോട് ഓർഡർ ചെയ്യാം. പിന്നെ ടീ കോഫി നമ്മളിപ്പോൾ കണ്ടില്ലേ 5 to 6 ആണ് അതിൻ്റെ ടൈം വരുന്നത്. പൂളും ഏകദേശം 7 to 7 വരുന്ന തന്നെയാണ് പൂൾ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യൂയിങ് ഡെക്ക് ഉണ്ട് ഇവിടെ. ഇവിടെ വൈകിട്ടൊക്കെ വന്ന് നമുക്ക് റിലാക്സ് ആയിട്ട് ഇവിടെ നിൽക്കാം. ഇവിടെ ലേക്കിൻ്റെ വ്യൂ കാണാം. തൊട്ടിപ്പുറം നമ്മുടെ ഹൗസ് ബോട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ വരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ഹൗസ് ബോട്ടുണ്ട്. മെയിനായിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് തന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് മെയിനായിട്ടൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഹൗസ് ബോട്ട് റൈഡ്. 2 പേർക്കോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫാമിലിക്കോ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് റൈഡ് പോവാം. റൈഡ് പോയിട്ട് ഇതിൻ്റെ ടൈം വരുന്നത് 12 to 5 ആണ് വരുന്നത്. നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം. ഒരു ബെഡ്റൂമാണ് ഉള്ളത്, ഒരു AC ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ വേറൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷിക്കാര റൈഡ് ഉണ്ട്. ഷിക്കാര റൈഡും ഒരു സ്പീഡ് ബോട്ടും കൂടെയാണുള്ളത്. ഇതാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റി വരുന്നത്. പിന്നെ സൈക്ലിങ്, സ്വിമ്മിംഗ് പൂള്, വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ വരുന്നത്. വലിയൊരു പൂളും പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കിഡ്സ് പൂളും ഉണ്ട്. ഇതാണ് മെയിൻ ആക്ടിവിറ്റീസ് വരുന്നത്. പിന്നെ ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ടെന്നീസ് കോർട്ടുണ്ട്, 2 ക്യാരംസ് ബോർഡും വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബാങ്കറ്റ് ഹോളും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് വരുന്നത്. സോ ഇതൊക്കെയാണ് അബാദ് വിസ്പറിംഗ് ഡാൻസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല വഴികളുണ്ട്. ഓൺലൈൻ സൈറ്റുകളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ട്രാവൽ ഏജൻസിനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഹെൽപ്പ് ചെയ്യും. അല്ലാതെ തന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ റൂംസ് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം എടുക്കാം. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ബുക്ക് ചെയ്യാനുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോർട്ടിൻ്റെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ത്രൂ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 12,000 ഒക്കെ ആയിരിക്കും റൂമിന് റേറ്റ് പറയുക. നമ്മളോടത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. സോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അടുത്തൊരു റിസോർട്ടിൻ്റെ റിവ്യൂ ആയിട്ടായിരിക്കും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് ഇനിയും കൂടുതൽ റിസോർട്ടിൻ്റെ റിവ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ റിസോർട്ട് നമുക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് എല്ലാവർക്കും എത്തിക്കുക. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ദിസ് ഈസ് അഫ്സൽ സ്മൈൽസ് സൈനിങ് ഓഫ്.